ഹലോ എവരി വൺ. നമ്മൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാനുള്ള 2 പ്രോബ്ലം ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യണം. തേർഡ് പ്രോബ്ലം, ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് ദി പീരിയോഡിക് ഫംഗ്ഷൻ f of x is equal to e raised to minus x 0 less than x less than 2π with period 2π. e raised to minus x എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നേക്കുന്ന ഇൻ്റർവെൽ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2π വിത്ത് പീരീഡ് 2π. ഈ പീരീഡിനെ നമ്മൾ സാധാരണ 12 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. 12 is equal to 2π ആണ്. ഇംപ്ലൈസ് L is equal to π എന്ന് കിട്ടും. ഇനി നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ ഫോർമുല എന്താ? f of x is equal to a0/2 plus summation n is equal to 1 to infinity an cos nπx/l plus bn sin nπx/l. L എന്നുള്ളത് പൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൈ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx പ്ലസ് bn sin nx എന്ന് കിട്ടും. നമ്മളെന്താ ചെയ്യേണ്ടത്? a0ഉം an-ഉം bn-ഉം കണ്ടുപിടിക്കാം. ജസ്റ്റ് ഫോറിയർ സീരീസിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a0 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1/l ഇൻ്റഗ്രൽ c to c plus 12 f of x dx. എല്ലിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമ്മൾ ആ ലിമിറ്റും കൊടുക്കാം. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to 2π f of x എന്താ? e raised to minus x dx which is equal to 1/π. ഇനി e raised to minus x-നെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. നമുക്കറിയാം e raised to x-ൻ്റെ ഇൻ്റഗ്രൽ എന്നുള്ളത് e raised to x തന്നെയാണ്. അപ്പോൾ e raised to minus x-ൻ്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും? e raised to minus x ഡിവൈഡഡ് ബൈ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 0 to 2π. അപ്പോൾ നെഗറ്റീവിനെ നമ്മൾ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ -1/π e raised to minus x ലിമിറ്റ് 0 to 2π. നമ്മൾ ഫസ്റ്റ് 2π കൊടുക്കുക, പിന്നെ 0 കൊടുക്കുക. അപ്പോൾ e raised to -2π മൈനസ് e raised to 0 എന്ന് കിട്ടും. നെഗറ്റീവിന് ഉള്ളിലോട്ട് എടുക്കുമ്പോൾ 1/π ഇൻറ്റു e raised to 0 1 ആണ്. അപ്പോൾ 1 മൈനസ് e raised to -2π. a0ൻ്റെ വാല്യൂ കിട്ടി. ഇനി an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? an is equal to 1/l ഇൻ്റഗ്രൽ c to c plus 12 f of x cos nπx/l dx ആണ്. എല്ലിന് പൈ കൊടുക്കുമ്പോൾ പൈ ക്യാൻസൽ ചെയ്തിട്ടാണ് അവിടെ f of x cos nx dx എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലിൻ്റെ വാല്യൂം ലിമിറ്റും പിന്നെ f of x-ൻ്റെ വാല്യൂം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to 2π e raised to minus x cos nx dx എന്ന് കിട്ടും, which is equal to 1/π. ഇനി നമ്മൾ റിസൾട്ടിൽ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായി. ഇൻ്റഗ്രൽ e raised to ax cos bx dx is equal to e raised to ax divided by a square plus b square into a cos bx plus b sin bx. ഈ ഫോർമുല നമ്മൾ റിസൾട്ടായിട്ട് എഴുതിയിട്ടുണ്ടായതാണ്. ഇപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇൻ്റഗ്രൽ എന്താ? ഇൻ്റഗ്രൽ e raised to minus x cos nx. അപ്പം നമ്മൾ ആ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എയുടെ വാല്യൂ -1 ആണ്, ബിയുടെ വാല്യൂ n ആണ്. അപ്പോൾ ശരിക്കും നമ്മൾ ആ ഫോർമുലയിൽ എയും ബിയും എ എന്നുള്ളത് -1ഉം ബി എന്നുള്ളത് n ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇൻ്റഗ്രൽ മാത്രം എന്ത് വരും? e raised to minus x by 1 plus n square minus cos nx plus n sin nx. ലിമിറ്റ് കൊടുക്കുക 0 to 2π. 1/π അവിടെ ഔട്ട് സൈഡ് ഉണ്ട്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ആദ്യം എക്സിന് 2π കൊടുക്കുക, മൈനസ് എക്സിന് 0 കൊടുക്കുക. അപ്പോൾ 1/π ആദ്യം എക്സിന് 0 കൊടുക്കുമ്പോൾ എന്താ വരാം? e raised to -2π by 1 plus n square മൈനസ് കോസ് nx. അപ്പോൾ n ഇൻറ്റു 2π പ്ലസ് n സൈൻ nx. അപ്പോൾ എക്സിന് 2π കൊടുക്കുമ്പോൾ സൈൻ n 2π എന്ന് വരും. സൈൻ n 2π 0 ആണ്. മൈനസ് ഇനി എക്സിന് 0 കൊടുക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ e raised to 0 by 1 plus n square മൈനസ് കോസ് 0 പ്ലസ് സൈൻ 0 ആയതുകൊണ്ട് 0 which is equal to 1/π. നമുക്കറിയാം കോസ് n 2π, കോസിൻ്റെ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ എന്നുള്ളത് 1 ആണ്. മൈനസ് കോസ് n 2π അപ്പോൾ അത് -1 ആവും. അപ്പോൾ 1/π e raised to -2π by 1 plus n square -1 കോസ് 0 1 ആണ്. അപ്പോൾ -1/1 plus n square ഇൻറ്റു -1. ഇനി നമ്മൾ 1 plus n square ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ 1/π ഇൻറ്റു 1 plus n square 1 മൈനസ് e raised to -2π എന്ന് വരും. അപ്പോൾ നമുക്ക് a-ൻ്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് bn-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. bn എന്നുള്ളത് 1/π ഇൻ്റഗ്രൽ 0 to
2π e⁻⁻x sin nx dx. ശരിക്കും ഫോർമുല ബി എന്നിൻ്റെ 1/L ഇൻ്റഗ്രൽ c+2L f(x) sin nπx/L dx ആണ്. നമ്മളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ബി എന്നിൻ്റെ ഫോർമുല ഇതാ വരാം. ഇനി നോക്കി അവിടെ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ എന്താ, ഇൻ്റഗ്രൽ e⁻⁻x sin nx dx. അപ്പോൾ നമ്മൾ റിസൾട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ e⁻ax sin bx dx എന്നുള്ളത് e⁻ax/a² + b² a sin bx മൈനസ് b cos bx എന്നാണ്. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എയുടെ സ്ഥാനത്ത് -1ഉം ബിയുടെ സ്ഥാനത്ത് n-ഉം ആണ്. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്താ വരാം, e⁻x/1 + n² മൈനസ് sin nx മൈനസ് n cos nx ലിമിറ്റ് 0 to 2π. നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം എക്സിന് പൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1/π e⁻⁻2π/1 + n² sin 2πയുടെ വാല്യൂ 0 ആണ്. 0 മൈനസ് n cos n 2π മൈനസ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e⁻0/1 + n² sin 0 0 ആണ്. അപ്പോൾ 0 മൈനസ് n cos 0. അപ്പോൾ cos 0യുടെ വാല്യൂ 1 ആണ്, cos n 2πയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ -π വിച്ച് ഇസ് ഈക്വൽ ടു 1/π e⁻⁻2π/1 + n² ഇൻറ്റു -n മൈനസ് 1/1 + n² ഇൻറ്റു -n വരും. നമ്മൾ രണ്ട് ടേമിൽ നിന്നും n-ഉം n/1 + n² കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ n/π ഇൻറ്റു 1 + n² മൈനസ് e⁻2π + 1 which is equal to n/π ഇൻറ്റു 1 + n² ഇൻറ്റു 1 മൈനസ് e⁻2π എന്ന് കിട്ടും. ഇപ്പോൾ a0 കണ്ടുപിടിച്ചു, an കണ്ടുപിടിച്ചു, bn കണ്ടുപിടിച്ചു. ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f(x) is equal to 1 മൈനസ് e⁻2π/2π പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity 1 മൈനസ് e⁻2π/π ഇൻറ്റു 1 + n² cos nx പ്ലസ് n ഇൻറ്റു 1 മൈനസ് e⁻2π/π ഇൻറ്റു 1 + n² sin nx എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ f(x) given by f(x) is equal to x for 0 less than or equal to x less than or equal to π, 2π minus x for π less than or equal to x less than or equal to 2π. അപ്പോൾ നമുക്ക് തന്നേക്കണ ഇൻ്റർവെല്ല് 0 തൊട്ടിട്ട് 2π വരിക. അപ്പോൾ നമ്മൾ തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആയിരിക്കും നമ്മുടെ ഫംഗ്ഷൻ്റെ പീരീഡ്. അപ്പോൾ പീരീഡ് 2π ആണ്. പക്ഷെ നമുക്ക് ഫംഗ്ഷനായിട്ട് തന്നേക്കണത് 0 തൊട്ട് π വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ x ആണ്. π തൊട്ടിട്ട് 2π വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് 2π - x ആണ്. അതായത് സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ അല്ല. 0 തൊട്ട് π വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ x ആണ്. π തൊട്ട് 2π വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 2π - x ആണ്. അപ്പോൾ നമ്മൾ സാധാ പോലെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷനായിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് പീരീഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആണ് നമ്മുടെ പീരീഡായിട്ട് വരാം. അപ്പോൾ 0 തൊട്ടിട്ട് 2π വരെയുള്ള ഇൻ്റർവെല്ലാണ് തന്നേക്കണേ. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്നുള്ളത് 2π ആണ്. അപ്പോൾ നമ്മുടെ പീരീഡ് 2L എന്നുള്ളത് 2π ആണ്. അപ്പോൾ L is equal to π എന്ന് കിട്ടും. ഇനി നമ്മുടെ ഫോറിയർ സീരീസിൻ്റെ ഫോർമുല എന്താ, f(x) is equal to a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nπx/L പ്ലസ് bn sin nπx/L. L എന്നുള്ളത് π ആണ്. π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ a0/2 പ്ലസ് സമ്മേഷൻ n is equal to 1 to infinity an cos nx പ്ലസ് bn sin nx എന്ന് കിട്ടും. ഇനി നമ്മൾ a0 an bn കണ്ടുപിടിക്കാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ a0 കണ്ടുപിടിക്കാൻ a0ൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, a0 is equal to 1/L ഇൻ്റഗ്രൽ c to c plus 2L f(x) dx വിച്ച് ഇസ് ഈക്വൽ ടു എല്ലിന് നമ്മൾ വാല്യൂ കൊടുക്കുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to 2π f(x) dx. നോക്കി നമ്മുടെ a0 കണ്ടുപിടിക്കുന്നത് 1/π ഇൻ്റഗ്രൽ 0 to 2π f(x) dx ആണ്. പക്ഷെ നമുക്ക് f(x) എന്ന് പറഞ്ഞ ഫംഗ്ഷൻ തന്നേക്കണത് എന്താ, 0 തൊട്ട് π വരെ ഫംഗ്ഷൻ്റെ വാല്യൂ x ആണ്. π തൊട്ടിട്ട് 2π വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 2π - x ആണ്. അപ്പോൾ
0 തൊട്ടിട്ട് പൈ വരെ എക്സും പൈ തൊട്ടിട്ട് 2π വരെ 2π മൈനസ് എക്സുമാണ്. അപ്പോൾ നമുക്ക് ആ 0 to 2π എന്ന് പറഞ്ഞാൽ ആ ഇൻ്റഗ്രലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ 0 to പൈയും പ്ലസ് ഇൻ്റഗ്രൽ പൈ ടു 2π നോക്കി എഴുതാം. അതായത് 0 to 2π വരെ നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു വാല്യൂ അല്ല, 0 തൊട്ട് പൈ വരെ വേറെ വാല്യൂ, പൈ തൊട്ട് 2π വരെ വേറെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ആ ഇൻ്റഗ്രലിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രൽ 0 to 2π എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ 0 to പൈ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ പൈ ടു 2π എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാവണം. വിച്ച് ഇസ് ഈക്വൽ ടു 1/π. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ഇൻ്റഗ്രലിനെ. ഇൻ്റഗ്രൽ 0 to പൈ, 0 തൊട്ട് പൈ വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ, എക്സ്. അപ്പോൾ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ പൈ ടു 2π, പൈ തൊട്ട് 2π വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ, 2π മൈനസ് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഔട്ട് സൈഡ് ഉണ്ട്. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്, എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എന്നുള്ളത് എക്സ് റേസ് ടു n+1/n+1 ആണ്. അപ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ, എക്സിനെ എക്സ് റേസ് ടു 1 എഴുതാം. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 2/2, ഇത് x²/2 ആണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to പൈ പ്ലസ് ഇനി അടുത്ത് ഇൻ്റഗ്രൽ 2π മൈനസ് എക്സ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 2π ഒരു കോൺസ്റ്റൻ്റ്, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2πx എന്ന് വരും. മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2, ലിമിറ്റ് അപ്ലൈ ചെയ്യുക പൈ ടു 2π വിച്ച് ഇസ് ഈക്വൽ ടു 1/π. നമ്മൾ ലിമിറ്റ് കൊടുക്കാം. ആദ്യം x²/2നെ 0 to പൈ വരെയുള്ള ലിമിറ്റ് കൊടുക്കും. ആദ്യം പൈ കൊടുക്കുമ്പോൾ π² മൈനസ് 2, π²/2 മൈനസ് 0 പ്ലസ് അടുത്തത് നമ്മൾ ആദ്യം 2π കൊടുക്കുക എക്സിന്. അപ്പോൾ എക്സിന് 2π കൊടുക്കുമ്പോൾ 2π × 2π 4π² മൈനസ് 4π² ഡിവൈഡഡ് ബൈ 2 മൈനസ് ഇനി നമ്മൾ എക്സിന് പൈ കൊടുക്കണം. അപ്പോൾ 2π² മൈനസ് π²/2 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ബ്രാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ 1/π π²/2 പ്ലസ് 4π² മൈനസ് 2π² മൈനസ് 2π² പ്ലസ് π²/2 എന്ന് കിട്ടും. നമ്മൾ നോക്കി അവിടെ ഒരു π² പ്ലസ് π²/2 പ്ലസ് π²/2 ഉണ്ട്. അപ്പോൾ π² ആയി. പിന്നെ π² പ്ലസ് 4π² 5π² മൈനസ് 2π² 3π² ആയി. വീണ്ടും മൈനസ് 2π², അപ്പോൾ π² എന്ന് കിട്ടി. 1/π ഇൻറ്റു π² വിച്ച് ഇസ് ഈക്വൽ ടു പൈ. ഇപ്പോൾ നമ്മുടെ a0ൻ്റെ വാല്യൂ പൈ ആണ്. ഇനി ഇതുപോലെ an കണ്ടുപിടിക്കണം. an-ൻ്റെ ഇക്വേഷൻ എന്താ, an ഇസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ c ടു c+2L എഫ് ഓഫ് എക്സ് കോസ് nπx/L dx ആണ്. പൈ ക്യാൻസൽ ചെയ്തിട്ടാണ് എഫ് ഓഫ് എക്സ് കോസ് nx dx എന്ന് വരണം. ഇതുപോലെ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 തൊട്ടിട്ട് പൈ വരെ എക്സ് ആണ്, പൈ തൊട്ടിട്ട് 2π വരെ 2π മൈനസ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇൻ്റഗ്രലിനെ 0 to പൈ എന്ന് പറഞ്ഞു, പൈ ടു 2π എന്ന് പറഞ്ഞു, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കൊടുക്കാം. അപ്പോൾ 1/π ഇൻ്റഗ്രൽ 0 to പൈ എക്സ് കോസ് nx dx പ്ലസ് ഇൻ്റഗ്രൽ പൈ ടു 2π മൈനസ് എക്സ് കോസ് nx dx എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു നമ്മൾ ഫസ്റ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അതായത് ഇൻ്റഗ്രൽ 0 to പൈ എക്സ് കോസ് nx dx. ഇപ്പം നമ്മൾ ഫസ്റ്റ് റിസൾട്ടിൽ എഴുതി വെച്ചാൽ ഫസ്റ്റ് റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ഇൻ്റഗ്രൽ u(v) dx ഇസ് ഈക്വൽ ടു u(v1 മൈനസ് u'(v2) ആ റിസൾട്ട്. അപ്പോൾ ഇവിടെ u ആയിട്ട് നമ്മൾ എക്സും v ആയിട്ട് കോസ് nx കൊടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് കോസ് nx എന്താ വരാം, u ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ nx/n മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സൈൻ nx/n-ൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx/n². ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to പൈ. ഇനി സെക്കൻഡ് ഇൻ്റഗ്രൽ എന്നുള്ളത് ഇൻ്റഗ്രൽ പൈ ടു 2π മൈനസ് എക്സ് കോസ് nx dx. അപ്പോൾ നമ്മൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത സെയിം ഫോർമുല തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത്. u ആയിട്ട് നമ്മൾ 2π മൈനസ് എക്സ് എടുക്കാം, v ആയിട്ട് കോസ് nx എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ u(v1) അതായത് 2π മൈനസ് എക്സ് ഇൻറ്റു കോസ് nxൻ്റെ ഇൻ്റഗ്രൽ സൈൻ nx/n മൈനസ് u'. 2π മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -1. പിന്നെ സൈൻ nx/n-ൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nx/n². ലിമിറ്റ് അപ്ലൈ ചെയ്യുക പൈ ടു 2π. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് കൊടുക്കാം. ആദ്യം നമ്മൾ ആ നെഗറ്റീവ് ഒക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ചെയ്താൽ അപ്പോൾ 1/π
ഇൻറ്റു എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് 0 to 2π പ്ലസ് 2π മൈനസ് എക്സ് ബൈ എൻ സൈൻ എൻ എക്സ് മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് π to 2π. ഇനി നമ്മൾ എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1/π ഇൻറ്റു ആദ്യം പൈ കൊടുക്കാം. അപ്പോൾ സൈൻ എൻ പൈ എന്നുള്ളത് 0 ആണ്, പ്ലസ് കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ മൈനസ് ഇനി എക്സിന് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം 0 ആയി, പ്ലസ് കോസ് 0 ബൈ എൻ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് ആദ്യം എക്സിന് 2π കൊടുക്കാം. അപ്പോൾ 2π മൈനസ് 2π ആ ടേം 0 ആയിട്ട് പോയി. ഇനി കോസ് 2π n ബൈ എൻ സ്ക്വയർ മൈനസ് ഇനി പൈ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം സൈൻ എൻ പൈ എന്നുള്ളത് 0 ആണ്. 0 പ്ലസ് കോസ് എൻ പൈ ബൈ എൻ സ്ക്വയർ. നമുക്കറിയാമല്ലോ കോസ് എൻ പൈയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു പൈയുടെ ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ കോസിൻ്റെ വാല്യൂ 1 ആണ്, ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ -1 ആണ്. അപ്പോൾ കോസ് എൻ പൈയുടെ വാല്യൂ n ഈവൻ ആണോ ഓടാണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ കോസ് എൻ പൈയുടെ വാല്യൂ -1/n സ്ക്വയർ -1/n ആണ്. നമ്മളത് റിസൾട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടായി. കോസ് എൻ പൈ എന്നുള്ളത് -1/n ആണ്. അപ്പോൾ പിന്നെ കോസ് 0യുടെ വാല്യൂ നമുക്കറിയാം 0 ആണ്. കോസ് 2πn എന്ന് പറഞ്ഞാൽ കോസിൻ്റെ പൈയുടെ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് കോസാണ് വരുന്നത്. അപ്പോൾ അത് 1 ആയിട്ട് പോവും. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/π ഇൻറ്റു -1/n ബൈ എൻ സ്ക്വയർ -1/n സ്ക്വയർ -1/n സ്ക്വയർ പ്ലസ് -1/n ബൈ എൻ സ്ക്വയർ എന്ന് കിട്ടും. 1/π ഇൻറ്റു 2 -1/n ബൈ എൻ സ്ക്വയർ -2/n സ്ക്വയർ എന്ന് കിട്ടും. 2/n സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 2/πn സ്ക്വയർ ഇൻറ്റു -1/n -1 എന്ന് കിട്ടും. അടുത്തത് ബി എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി എൻ്റെ ഇക്വേഷൻ എന്താ? ബി എൻ ഇസ് ഈക്വൽ ടു 1/L ഇൻ്റഗ്രൽ C to C + 2L എഫ് ഓഫ് എക്സ് സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ്. എല്ലിന് വാല്യൂ കൊടുക്കുക. അപ്പോൾ 1/π. പിന്നെ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സിന് 2 വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ആ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് 0 to π to 2π എന്ന് എഴുതാം. അപ്പോൾ 0 to π വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സാണ്. അപ്പോൾ എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ π to 2π മൈനസ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. നമ്മളിപ്പോൾ പറഞ്ഞോളം തന്നെയാണ് നമ്മൾ നേരത്തെ എ എൻ എങ്ങനെയാണോ കാൽക്കുലേറ്റ് ചെയ്തത് അതുപോലെ തന്നെ ബി എന്നിൻ്റെ വാല്യൂം കാൽക്കുലേറ്റ് ചെയ്യാം. 1/π ഫസ്റ്റ് നമ്മൾ എന്താ ഇൻ്റഗ്രൽ എക്സ് സൈൻ എൻ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റിസൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു u(v1) ആ റിസൾട്ട് ഇതിൽ യു ആയിട്ട് നമ്മൾ എക്സിന് എടുക്കണു, വി ആയിട്ട് നമ്മൾ സൈൻ എൻ എക്സിന് എടുക്കണു. അപ്പോൾ എന്താ വരാം എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് കോസ് എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക 0 to π. ഇനി അടുത്തത് നമുക്ക് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ π to 2π മൈനസ് എക്സ് സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ അവിടെ നമ്മൾ യു ആയിട്ട് 2π മൈനസ് എക്സിന് എടുക്കണം, വി ആയിട്ട് സൈൻ എൻ എക്സിന് എടുക്കണം. അപ്പോൾ u(v1) അതായത് 2π മൈനസ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് 2π മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു മൈനസ് കോസ് എൻ എക്സ് ബൈ എന്നിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് അപ്ലൈ ചെയ്യുക π to 2π. നമ്മളതിൻ്റെ ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് നെഗറ്റീവൊക്കെ മര്യാദയ്ക്ക് എഴുതുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/π മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ പ്ലസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് 0 to π പ്ലസ് മൈനസ് ഓഫ് 2π മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ മൈനസ് സൈൻ എൻ എക്സ് ബൈ എൻ സ്ക്വയർ ലിമിറ്റ് π to 2π എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ 1/π മൈനസ് π കോസ് എൻ പൈ ബൈ എൻ പ്ലസ് സൈൻ എൻ പൈ ബൈ എൻ സ്ക്വയർ മൈനസ് 0 + 0 പ്ലസ് അടുത്ത ലിമിറ്റ് -0 മൈനസ് π കോസ് എൻ പൈ ബൈ എൻ മൈനസ് സൈൻ എൻ പൈ ബൈ എൻ സ്ക്വയർ. നമ്മൾ പറഞ്ഞു കോസ് എൻ പൈയുടെ വാല്യൂ -1/n സൈൻ എൻ പൈ 0 ആണ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1/π ഇൻറ്റു മൈനസ് π ഇൻറ്റു -1/n ബൈ എൻ പ്ലസ് π ബൈ എൻ -1/n ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1/π ഇൻറ്റു 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ bn 0 കിട്ടി. a0ഉം a നും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഫോറിയർ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു
പൈ ബൈ 2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 2 ബൈ n സ്ക്വയർ പൈ ഇൻറ്റു -1 ഓൾ റേസ് ടു n -1 കോസ് എൻ എക്സ് എന്ന് കിട്ടും. അതാണ് നമ്മുടെ തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ. നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ഫോറിയർ സീരീസ് വിത്ത് പീരീഡ് 3 ടു റെപ്രസെൻറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് സ്ക്വയർ ഇൻ ദ ഇൻ്റർവൽ 0-3. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് ആണ്. അതിൻ്റെ പീരീഡ് നമുക്ക് തന്നേക്കണത് 3 ആണ്. അപ്പോൾ പീരീഡിനെ നമ്മൾ സാധാരണ 2l എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ 2l ഇസ് ഈക്വൽ ടു 3 ആണ്. അപ്പോൾ എൽ എന്തായിരിക്കും? എൽ എന്നുള്ളത് 3/2 ആണ്. നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ ഫോർമുല എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കോസ് n പൈ എക്സ് ബൈ എൽ. എൽ എന്നുള്ളത് ഇവിടെ 3/2 ആണ്. 3/2 പ്ലസ് bn സൈൻ n പൈ എക്സ് ബൈ എൽ. എല്ലിന് 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കോസ് ആ 3/2ന് നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2n പൈ എക്സ് ബൈ 3 പ്ലസ് bn സൈൻ 2n പൈ എക്സ് ബൈ 3 എന്ന് വരും. നമ്മൾ എന്ത് ചെയ്യാം? a0 കണ്ടുപിടിക്കുക, an കണ്ടുപിടിക്കുക, bn കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ a0 എന്ന് പറഞ്ഞാൽ എന്താ? 1/l ഇൻ്റഗ്രൽ c ടു c പ്ലസ് 2l എഫ് ഓഫ് എക്സ് ഡി എക്സ്. എല്ലിന് 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/3/2 ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ വരണേ? ഇൻ്റഗ്രൽ 0 ടു 3 എഫ് ഓഫ് എക്സ് എന്നുള്ളത് 2x മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. 1/3/2 എന്ന് പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കലി 2/3 ഇൻറ്റു നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 2xൻ്റെ ഇൻ്റഗ്രൽ എന്താ? 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2. ഇപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോയി. മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 ലിമിറ്റ് 0 ടു 3. നമ്മൾ എന്ത് ചെയ്യാം? വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ആദ്യം എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 9 മൈനസ് 3 ക്യൂബ് ബൈ 3 എക്സിന് 0 കൊടുക്കുമ്പോൾ 0 ആവും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു 9 മൈനസ് 9 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ a0ൻ്റെ വാല്യൂ 0 ആണ്. അടുത്ത് an ആണ് കണ്ടുപിടിക്കേണ്ടത്. an എന്ന് പറയുമ്പോൾ 1/l ഇൻ്റഗ്രൽ c ടു c പ്ലസ് 2l എഫ് ഓഫ് എക്സ് കോസ് n പൈ എക്സ് ബൈ എൽ ഡി എക്സ് ആണ്. അപ്പോൾ എല്ലിന് നമ്മൾ 3/2 കൊടുക്കുമ്പോഴാണ് അവിടെ കോസ് 2n പൈ എക്സ് ബൈ 3 ഡി എക്സ് എന്ന് പറയണം. നമ്മൾ എല്ലും ലിമിറ്റും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/3/2 ഇൻ്റഗ്രൽ 0 ടു 3 2x മൈനസ് എക്സ് സ്ക്വയർ കോസ് 2n പൈ എക്സ് ബൈ 3 ഡി എക്സ് എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇനി നമ്മൾ ആ ഇൻ്റഗ്രലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇൻ്റഗ്രൽ 0 ടു 3 2x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് 2n പൈ എക്സ് ബൈ 3 ഡി എക്സ്. അപ്പോൾ ശരിക്കും നമ്മൾ അത് ആ ഫസ്റ്റ് ഫോർമുല വെച്ചിട്ട് ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ആ ഫോർമുല ഇല്ലേ, ആ ഫോർമുല വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. യു ആയിട്ട് നമ്മൾ 2x മൈനസ് എക്സ് സ്ക്വയറിന് എടുക്കാം, വി ആയിട്ട് നമ്മൾ കോസ് 2n പൈ എക്സ് ബൈ 3ന് എടുക്കാം. അപ്പോൾ ശരിക്കും എന്താ ഫോർമുല പറയണത്? യു ഇൻറ്റു അതായത് 2x മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് 2n പൈ എക്സ് ബൈ 3യുടെ ഇൻ്റഗ്രൽ. നമുക്കറിയാം കോസിൻ്റെ ഇൻ്റഗ്രൽ സൈനാണ്. അപ്പോൾ സൈൻ 2n പൈ എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ ഇനി 2n പൈ എക്സ് ബൈ 3യുടെ ഡെറിവേറ്റീവ്, ഇതാണ് 2n പൈ ബൈ 3 മൈനസ് ഇനി എന്താ വരാം? 2x മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 മൈനസ് 2x ഇൻറ്റു ഇനി സൈൻ 2n പൈ എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ 2n പൈ ബൈ 3യുടെ ഇൻ്റഗ്രൽ. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു 1/2n പൈ ബൈ 3 ഉണ്ട്. ഇനി സൈൻ 2n പൈ എക്സ് ബൈ 3നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് 2n പൈ എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ 2n പൈ ബൈ 3 എന്ന് കിട്ടും. അതുകൊണ്ടാണ് അവിടെ മൈനസ് കോസ് 2n പൈ എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ 2n പൈ ബൈ 3 ദ ഹോൾ സ്ക്വയർ എന്ന് പറയണം. പ്ലസ് അടുത്തത് 2 മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവ്, അതായത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ആ ടേം ഇല്ല, അതിൽ ഫസ്റ്റ് ഫംഗ്ഷനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കണം, സെക്കൻഡ് ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. പിന്നെ നെഗറ്റീവും പോസിറ്റീവും മാറ്റി മാറ്റി കൊടുക്കാം. ഇപ്പോൾ 2 മൈനസ് 2xൻ്റെ ഡെറിവേറ്റീവായിട്ട് -2 ആണ് വരുന്നത്. ഇനി അപ്പുറത്തെ ടേമിനെ അതായത് മൈനസ് കോസ് 2n പൈ എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ 2n പൈ ബൈ 3 ഹോൾ സ്ക്വയറിന് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ മൈനസ് സൈൻ 2n പൈ എക്സ് ബൈ 3 ഡിവൈഡഡ് ബൈ 2n പൈ ബൈ 3 ഹോൾ ക്യൂബ് ലിമിറ്റ് 0 ടു 3 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യാം.
ലിമിറ്റ് അപ്ലൈ ചെയ്യണേക്കാളും മുമ്പ് നമ്മൾ നെഗറ്റീവൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 2/3 2x - x² ഇൻറ്റു 3/2n π, അതായത് നമ്മൾ ആ ഡിനോമിനേറ്ററിന് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. sin 2nπx/3 പ്ലസ് 2 - 2x ഇൻറ്റു 3/2nπ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു cos 2nπx/3 പ്ലസ് 2 ഇൻറ്റു 3/2nπ ഓൾ ക്യൂബ് sin 2nπx/3 ലിമിറ്റ് 0 to 3. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എക്സിന് 3 കൊടുക്കുക, മൈനസ് എക്സിന് 0 കൊടുക്കാം. അപ്പോൾ നമുക്ക് 2/3 ഇൻറ്റു 6 - 9, നമ്മൾ ജസ്റ്റ് എന്നിട്ട് സിംപ്ലിഫിക്കേഷനേ ആവശ്യമുള്ളൂ. നമുക്കറിയാം sin 2nπയുടെ വാല്യൂ 0 ആണ്, cos 2nπ എന്നുള്ളത് 1 ആവും, cos 0 1 ആണ്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2/3 ഇൻറ്റു -4 ഇൻറ്റു 3² / 2nπ all square into 1 minus 2 into 3² / 2nπ the whole square, which is equal to 2/3 into minus 36/4n² π² minus 18/4n² π² എന്ന് കിട്ടും, which is equal to 2/3 into minus 54/4n² π². ക്യാൻസൽ ചെയ്ത് പോയിട്ട് minus 9/n² π² എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ an-ൻ്റെ വാല്യൂ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അടുത്ത് bn കണ്ടുപിടിക്കണം. bn-ൻ്റെ ഇക്വേഷൻ എന്താ, bn is equal to 1/l ഇൻ്റഗ്രൽ c to c plus 2l f of x sin nπx/l dx. അപ്പോൾ sin 2nπx/3 dx which is equal to 1/3/2 ഇൻ്റഗ്രൽ 0 to 3 2x - x² sin 2nπx/3 dx എന്ന് വരും. നമ്മളിപ്പോൾ നേരത്തെ an എങ്ങനെയാണോ കണ്ടുപിടിച്ചത് ആ സെയിം മെത്തേഡിൽ തന്നെയാണ് bn കണ്ടുപിടിക്കണം. നമ്മൾ ഫസ്റ്റ് റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രൽ uv dx is equal to uv1 minus u'(v2) ആ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക. u ആയിട്ട് 2x - x² എടുക്കുക, v ആയിട്ട് sin 2nπx/3 എന്ന് എടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക, u ഇൻറ്റു, അതായത് 2x - x² ഇൻറ്റു sin 2nπx/3യുടെ ഇൻ്റഗ്രൽ മൈനസ് cos 2nπx/3 ഡിവൈഡഡ് ബൈ 2nπ/3 മൈനസ് 2x - x²ൻ്റെ ഡെറിവേറ്റീവ് 2 - 2x മൈനസ് cos 2nπx/3 ഡിവൈഡഡ് ബൈ 2nπ/3യുടെ ഇൻ്റഗ്രലാണ് മൈനസ് sin 2nπx/3 ഡിവൈഡഡ് ബൈ 2nπ/3 ഓൾ സ്ക്വയർ പ്ലസ് അടുത്ത എന്താ 2 - 2xൻ്റെ ഡെറിവേറ്റീവ് -2 ഇനി മൈനസ് sin 2nπx/3 ഡിവൈഡഡ് ബൈ 2nπ/3 ദ ഹോൾ സ്ക്വയർ, അതിൻ്റെ ഇൻ്റഗ്രലാണ് cos 2nπx/3 ഡിവൈഡഡ് ബൈ 2nπ/3 ദ ഹോൾ ക്യൂബ് ലിമിറ്റ് 0 to 3. നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, അതായത് ഡിനോമിനേറ്ററിനൊക്കെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. ആദ്യം എക്സിന് 3 കൊടുക്കും, മൈനസ് എക്സിന് 0 കൊടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 2/3 മൈനസ് ഓഫ് 6 - 9 ഇൻറ്റു 3/2nπ cos 2nπ പ്ലസ് 0 പ്ലസ് എക്സിട്ര നമുക്ക് കിട്ടും. ലിമിറ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കി തന്നെ. ഇനി നമ്മൾ cos 2nπയുടെ വാല്യൂ 1 cos 0 ഒക്കെ 1 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു 3 ഇൻറ്റു 3/2nπ മൈനസ് 2 ഇൻറ്റു 27/8n³ π³ പ്ലസ് 2 ഇൻറ്റു 27/8n³ π³ അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3/nπ എന്ന് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ bn-ൻ്റെ വാല്യൂ. ഇപ്പോൾ an-ഉം a0ഉം bn-ഉം ഒക്കെ നമുക്ക് കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, a0 0 ആണ്. അപ്പോൾ നമ്മുടെ ഫൊറിയർ സീരീസ് എന്താ പറയണത്, f of x is equal to summation n is equal to 1 to infinity minus 9/n² π² cos 2nπx/3 പ്ലസ് 3/nπ sin 2nπx/3. അതാണ് നമ്മുടെ തന്നേക്കുന്ന ഫംഗ്ഷൻ്റെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. Next question, obtain Fourier series for the function f of x is equal to πx when 0 less than or equal to x less than or equal to 1, pi into 2 minus x when 1 less than or equal to x less than or equal to 2. അപ്പോൾ നമുക്ക് 0 തൊട്ടിട്ട് 2 വരെയുള്ള ഇൻ്റർവെല്ലാണ് തന്നേക്കണേ. അവിടെ 0 തൊട്ട് 1 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ πx ആണ്, 1 തൊട്ടിട്ട് 2 വരെ ഫംഗ്ഷൻ്റെ വാല്യൂ pi into 2 minus x ആണ്.
ഇപ്പോൾ ഫൊറിയർ സീരീസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം പീരീഡ് 12 എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു പീരീഡ് എന്ന് പറഞ്ഞാൽ തന്നേക്കണ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് 2 - 0 വിച്ച് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എൽ എന്നുള്ളത് 1 കിട്ടും. ഇനി നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ ഫോർമുല എഴുതാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity an cos nπx/l പ്ലസ് bn sin nπx/l. L 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 പ്ലസ് സമ്മേഷൻ an cos nπx പ്ലസ് bn sin nπx എന്ന് കിട്ടും. ഇനി a0 an bn കണ്ടുപിടിക്കാം. a0 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 1/l ഇൻ്റഗ്രൽ c to c plus 12 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എല്ലിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/1 ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 തൊട്ട് 1 വരെ ഒരു വാല്യൂം 1 തൊട്ട് 2 വരെ വേറെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തതാണ്. നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രലിനെ 0 to 1 പ്ലസ് 1 to 2 എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ a0 ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1. അവിടെ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ? πx dx പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 π × 2 - x dx. നമ്മൾ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ പൈ കോൺസ്റ്റൻ്റാണ്. പൈ ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താ? x²/2 ലിമിറ്റ് 0 to 1 പ്ലസ് പൈ ഇൻറ്റു 2 - എക്സിൻ്റെ ഇൻ്റഗ്രൽ 2x - x²/2 ലിമിറ്റ് 1 to 2. നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പൈ ഇൻറ്റു ആദ്യം എക്സിന് 1 കൊടുക്കുമ്പോൾ 1/2 മൈനസ് എക്സിന് 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് പൈ ഇൻറ്റു ആദ്യം എക്സിന് 2 മൈനസ് എക്സിന് 1. അപ്പോൾ 4 - 4/2 മൈനസ് 2 പ്ലസ് 1/2. നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്കത് പൈ എന്ന് കിട്ടും. അപ്പോൾ a0ൻ്റെ വാല്യൂ പൈ ആണ്. ഇനി an കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? a-ൻ്റെ ഇക്വേഷൻ എന്താ? 1/l ഇൻ്റഗ്രൽ c to c plus 12 എഫ് ഓഫ് എക്സ് കോസ് nπx dx വിച്ച് ഇസ് ഈക്വൽ ടു 1/1 ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് കോസ് nπx dx. നമ്മൾ ലിമിറ്റ് ഇൻ്റഗ്രലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണു 0 to 1 ദെൻ 1 to 2. ഇപ്പോൾ 0 to 1 1ൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ πx കോസ് nπx dx. 1 തൊട്ടിട്ട് 2 വരെ നമ്മുടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ π × 2 - x കോസ് nπx dx. നമ്മൾ ഓരോ ഇൻ്റഗ്രലും സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ഇൻ്റഗ്രലിൽ നിന്ന് പൈ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കുകയാണ്. ബാക്കി ഇൻ്റഗ്രൽ എക്സ് കോസ് nπx dx ആണ്. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ഫോർമുല വെച്ച് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണേ. യു ആയിട്ട് എക്സ് എടുക്കുക, വി ആയിട്ട് കോസ് nπx എടുക്കാം. അപ്പം എക്സ് ഇൻറ്റു കോസ് nπxൻ്റെ ഇൻ്റഗ്രൽ എന്നുള്ളത് സൈൻ nπx മൈനസ് സൈൻ nπx ബൈ nπ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇനി സൈൻ nπx ബൈ nπയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nπx ബൈ nπ ദ ഹോൾ സ്ക്വയർ ലിമിറ്റ് കൊടുക്കുക 0 to 1 പ്ലസ് നെക്സ്റ്റ് ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യുക. പൈ കോൺസ്റ്റൻ്റ് പൈ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. 2 - എക്സിനെ നമ്മൾ യു ആയിട്ട് എടുക്കാം, കോസ് nπxനെ വി ആയിട്ട് എടുക്കാം. അപ്പോൾ 2 - എക്സ് ഇൻറ്റു കോസ് nπxൻ്റെ ഇൻ്റഗ്രൽ സൈൻ nπx ബൈ nπ മൈനസ് 2 - എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ഇൻറ്റു സൈൻ nπx ബൈ nπയുടെ ഇൻ്റഗ്രൽ മൈനസ് കോസ് nπx ബൈ nπ ദ ഹോൾ സ്ക്വയർ ലിമിറ്റ് 1 to 2. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് ആദ്യം എന്ത് ചെയ്യുക? ലിമിറ്റ് 0 to 1 നമ്മൾ സാധാ ലിമിറ്റ് അപ്ലൈ ചെയ്യണോ? അപ്പോൾ പൈ ഇൻറ്റു ആദ്യം എക്സിന് 1 കൊടുക്കുക, പിന്നെ എക്സിന് 0 കൊടുക്കുക. അപ്പോൾ സൈൻ nπ ബൈ nπ പ്ലസ് കോസ് nπ ബൈ nπ ദ ഹോൾ സ്ക്വയർ മൈനസ് 0 - 1/nπ ദ ഹോൾ സ്ക്വയർ പ്ലസ് അടുത്ത് നമ്മൾ എന്താ ചെയ്യാം? പൈ ഇൻറ്റു ലിമിറ്റ് 2 ആദ്യം കൊടുക്കണു -1. അപ്പോൾ 0 - കോസ് 2nπ ബൈ nπ ദ ഹോൾ സ്ക്വയർ മൈനസ് 0 പ്ലസ് കോസ് nπ ബൈ nπ ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം സൈൻ nπയുടെ വാല്യൂ 0 ആണ്, കോസ് nπയുടെ വാല്യൂ -1 ഓൾ റേസ് ടു n ആണ്, കോസ് 2nπയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൈ ഇൻറ്റു -1 ദ ഹോൾ റേസ് ടു n ബൈ nπ ദ ഹോൾ സ്ക്വയർ മൈനസ് 1/nπ ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു -1/nπ ദ ഹോൾ സ്ക്വയർ പ്ലസ് -1 ദ ഹോൾ റേസ് ടു n ബൈ nπ ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 2/n² പൈ -1 ഓൾ റേസ് ടു n -1 എന്ന് കിട്ടും. അപ്പോൾ അതാണ് a-ൻ്റെ വാല്യൂ. നെക്സ്റ്റ് bn-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. bn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? bn ഇസ് ഈക്വൽ ടു 1/l ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് സൈൻ nπx dx. ഇൻ്റഗ്രൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ് 0 to 1 ദെൻ 1 to 2. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1
പൈ എക്സ് സൈൻ എൻ പൈ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 1 to 2 പൈ ഇൻറ്റു 2 മൈനസ് എക്സ് സൈൻ എൻ പൈ എക്സ് ഡി എക്സ്. നമ്മൾ ഓരോ ഇൻ്റഗ്രലും ആ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ യു വി ഡി എക്സ് ഇസ് ഈക്വൽ ടു യു വി 1 മൈനസ് യു ഡാഷ് വി 2 ആ ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എൻ ചെയ്ത പോലെ തന്നെ പൈ ഇൻറ്റു എക്സ് ഇൻറ്റു മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൻ പൈ മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ ദ ഹോൾ സ്ക്വയർ ലിമിറ്റ് 0 to 1 പ്ലസ് പൈ ഇൻറ്റു 2 മൈനസ് എക്സ് ഇൻറ്റു മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ എൻ പൈ മൈനസ് 1 ഇൻറ്റു മൈനസ് സൈൻ എൻ പൈ എക്സ് ബൈ എൻ പൈ ദ ഹോൾ സ്ക്വയർ ലിമിറ്റ് 1 to 2. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ കോസ് എൻ പൈ സൈൻ എൻ പൈയുടെ വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പൈ ഇൻറ്റു മൈനസ് കോസ് എൻ പൈ ബൈ എൻ പൈ ബാക്കിയൊക്കെ 0 ആയിട്ട് പോകും പ്ലസ് പൈ ഇൻറ്റു 0 മൈനസ് 0 പ്ലസ് കോസ് എൻ പൈ ബൈ എൻ പൈ പ്ലസ് 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് കോസ് എൻ പൈ ബൈ എൻ പ്ലസ് കോസ് എൻ പൈ ബൈ എൻ 0 ആവും. അപ്പോൾ ബി എന്നിൻ്റെ വാല്യൂ 0 കിട്ടി. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്താ? എ നോട്ട് എ എൻ ബി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2 പ്ലസ് സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി 2 ബൈ എൻ സ്ക്വയർ പൈ ഇൻറ്റു -1 ഓൾ റേസ് ടു എൻ മൈനസ് 1 കോസ് എൻ പൈ എക്സ്. ഇതാണ് നമ്മുടെ തന്നേക്കണ ഫംഗ്ഷൻ്റെ ഫോറിയർ സീരീസ് റെപ്രസെൻറ്റേഷൻ ആയിട്ട് വരണം. താങ്ക് യു.